ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 4 മണിക്ക് ചായയ്ക്ക് ഒരു ഏലാഞ്ചി ആയാലോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇളക്കി നമുക്ക് മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊരു ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ വേണം അത് നമുക്ക് ഈ മാവ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ഈ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാകുന്നുണ്ട്. അതുപോലെ നമുക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏലാഞ്ചിക്ക് നല്ലൊരു മഞ്ഞ കളർ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചായക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു മഞ്ഞ കളറിലല്ലേ ഇരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ദോശമാവിൻ്റെ പരുവത്തിൽ എടുക്കണം. അതാണ് അതിൻ്റെ പാകം. നമുക്ക് ദോശമാവ് പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് തേങ്ങയും അതുപോലെ നേന്ത്രപ്പഴവും ഒക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരേ. അതുപോലെ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ആ നെയ്യിൽ പഴം ഇതാകുമ്പോൾ നല്ല സ്മെല്ലാണ്. നല്ല എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ നെയ്യിലിട്ടിട്ടുള്ള ആ പഴം ഉണ്ടല്ലോ, അത് തന്നെ തിന്നാൻ തന്നെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇടാം. പിന്നെ ഇതിൻ്റെ ഒപ്പം മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടാൽ കൊള്ളാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇടുന്നത്. കുറേ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ഇടാട്ടെ. അതിപ്പോൾ നേന്ത്രപ്പഴം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ ഇതുപോലെ 2 ഇതുകൊണ്ട് സ്കൈലുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ചുട്ടെടുക്കാം. ശരിക്കും ദോശ പരത്തണ പോലെ തന്നെ നമുക്കൊന്ന് നൈസാക്കിയിട്ട് പരത്തി അതുപോലെ ഇത് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത്രയേ ഉള്ളൂ, വളരെ ഈസി കേട്ടോ ഏലാഞ്ചി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിതിങ്ങനെ എടുക്കാം കേട്ടോ. മറിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഇതുണ്ടല്ലോ നേന്ത്രപ്പഴവും തേങ്ങയും അതുപോലെ പഞ്ചസാര ഇങ്ങനെ ഇട്ടിരിക്കണേ, അതും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചുരുട്ടി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ്, ഇത് കഴിച്ച് നോക്കുക, അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏലാഞ്ചി റെഡി ഉണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും 4 മണിക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ.